അപ്പോൾ ഇവിടെ കന്യാകുമാരിയിൽ എവിടെ ചോദിച്ചാലും സിംഗിൾസിന് റൂം കിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്, അതായത് ബാച്ചിലേഴ്സിന്. അപ്പോൾ വി ആർ ഹെഡിങ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ ഇന്ത്യ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇന്ത്യ ഇല്ല, അങ്ങോട്ട് ഫുള്ള് കടലാണ്. ലാസ്റ്റ് കല്ലാണ് ആ കാണുന്നത്. അപ്പോൾ ഫൈനലി ഒരു രാത്രി ഉറക്കം പോയിട്ടാണല്ലോ നമ്മൾ എൻഡ് ഓഫ് ദ സൗത്ത് ഇന്ത്യയിൽ എത്തിയിട്ടോ. അത് ആ കാണുന്നതാണ് എൻഡ് ഓഫ് ദ സൗത്ത് ഇന്ത്യ. പിന്നെ നമുക്ക് മെയിൻ സംഭവം നമ്മൾ സൺറൈസും കണ്ടു, അതിന് ടൈം ലാപ്സ് ഒന്ന് കണ്ടു നോക്കുക. ഒരു രാത്രി ഉറക്കം പോയാലും കുഴപ്പമില്ല, ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മുടെ ഡേ 2 ഈ സൺറൈസോട് കൂടിയാണ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്നൊരു പ്ലാനും ഇല്ല, ചുമ്മാ ഇറങ്ങി നോക്കാൻ വല്ലതൊക്കെ കാണാൻ പറ്റുമെന്ന്. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ സമയം 1:30 ആയിട്ടോ. 11:30 നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി 1:30 ആയപ്പോൾ ഇവിടെ നാഗർകോവിലെത്തി. ഇനി ഇവിടുന്ന് കന്യാകുമാരി ബസ് കാത്തിരിക്കുന്ന ആൾക്കാരുടെ കോലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എവിടെയാണ് കന്യാകുമാരി ബസ് കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്കും കന്യാകുമാരി പോയിട്ട് അവിടെ വല്ല റൂമും കിട്ടുമെന്ന് നോക്കണം. റൂം കിട്ടിയില്ലെങ്കിൽ നേരെ സൺസെറ്റ് കണ്ടിട്ട് അത് കഴിഞ്ഞ് റൂം നോക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി കന്യാകുമാരി എത്തി കേട്ടോ. അപ്പോൾ കന്യാകുമാരി എത്തിയിട്ട് ഇവിടെ എത്തി റൂം കണ്ടുപിടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ. എവിടെ ചോദിച്ചാലും സിംഗിൾസിന് റൂമില്ല. ഓക്കെ, പാർട്ട്ണർ ഉണ്ടോ, റൂമുണ്ട്. സിംഗിൾസിന് റൂമേ ഇല്ല കേട്ടോ. അതും റൂം ഉണ്ടെങ്കിലും അത് ഡബിൾ ബെഡാണ്. അതിന് 1500, 1300, 1600 ഇങ്ങനത്തെ റേറ്റാണ് ഫുള്ള്. പിന്നെ ഒരു 1.5 മണിക്കൂർ തേടിയാണ് ഈ ഒരു റൂമിലെത്തിയത്. ഇത് അത്ര ലക്ഷറി റൂമൊന്നുമല്ല, ഒരു ആവറേജ് റൂമാണ്. 700 രൂപയുള്ളൂ കേട്ടോ. അതും സിംഗിൾസിന് ഇല്ലയെന്ന് പറഞ്ഞു ആദ്യം, പിന്നെ കാല് പിടിച്ച് കെഞ്ചി കിട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരിക. സിംഗിളായിട്ട് ഈ സീസണിൽ വന്നാൽ ഇവിടെ റൂം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം 4 മണിയാകുമ്പോൾ പോകുന്നു. 6 മണിക്കാണ് സൺറൈസ് എന്ന് പറഞ്ഞത്. 1 മണിക്കൂർ കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. 1 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് സൺറൈസ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നോക്കാം. അപ്പോൾ സമയം ഏകദേശം 5:30 ആവുന്നു. നമ്മൾ 3:30 റൂം എടുത്ത് ഒരു 1.5 മണിക്കൂർ കിടന്നുറങ്ങി. 1.5 അല്ല, 2 മണിക്കൂർ കറക്റ്റ് കിടന്നുറങ്ങി. നമുക്ക് 6:22 സൺറൈസ് എന്ന് പറഞ്ഞേക്കണേ. പക്ഷേ പോകുന്ന പോക്ക് കണ്ടിട്ട് ഭയങ്കര തിരക്കായിരിക്കും തോന്നുന്നു. ഫുൾ അയ്യോപ്പന്മാരാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. പോകുന്ന പോക്ക് കണ്ടിട്ട് സൺറൈസിൻ്റെ കാര്യം തീരുമാനമായിരുന്നു. അതുകൊണ്ടോ എന്തോരം പേരാ പോകുന്നതെന്നൊക്കെ. ഫുൾ അയ്യപ്പ ഭക്തന്മാരാണ് കണ്ടോ. പൊന്നോ, അവിടെ തിരക്കുണ്ടോ, ഫുള്ള് ആൾക്കാരുണ്ടോ. ആ എൻഡിലൊന്നും പോകാൻ പറ്റാൻ തോന്നുന്നു. അവിടെ ഫുള്ള് ആൾക്കാരതുണ്ടോ. അങ്ങനെ വെളിച്ചം കാണുന്നുണ്ട്. പോയി നോക്കാം. വി സ്റ്റിൽ ഹാവ് ഹോപ്പ്. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരില്ല കേട്ടോ. ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അങ്ങോട്ടൊന്നും ആരും അധികം ആൾക്കാരില്ല, അധികം തിരക്കില്ല. അതുകൊണ്ട് പീസ്ഫുള്ളായിട്ട് സൺറൈസ് കാണാൻ തോന്നുന്നു. നമ്മളെവിടേക്കാണ് പോകുന്നത് വെച്ചാൽ വി ആർ ഹെഡിങ് ടു ദ എൻഡ് ഓഫ് ദ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യൻ്റെ എൻഡിലേക്ക് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് സൗത്ത് ഇന്ത്യ ഇല്ല, സൗത്ത് ഇന്ത്യ എൻഡ്. പക്ഷേ വെട്ടം വരട്ടെ, അപ്പോൾ മര്യാദയ്ക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി ഒരു രാത്രി ഉറക്കം പോയിട്ടാണല്ലോ നമ്മൾ എൻഡ് ഓഫ് ദ സൗത്ത് ഇന്ത്യയിൽ എത്തിയിട്ടോ. അത് ആ കാണുന്നതാണ് എൻഡ് ഓഫ് ദ സൗത്ത് ഇന്ത്യ. പിന്നെ നമുക്ക് മെയിൻ സംഭവം നമ്മൾ സൺറൈസും കണ്ടു, അതിന് ടൈം ലാപ്സ് ഒന്ന് കണ്ടു നോക്കുക. ഒരു രാത്രി ഉറക്കം പോയാലും കുഴപ്പമില്ല, ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മുടെ ഡേ 2 ഈ സൺറൈസോട് കൂടിയാണ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്നൊരു പ്ലാനും ഇല്ല, ചുമ്മാ ഇറങ്ങി നോക്കാൻ വല്ലതൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ പകുതി വരെ നിൽക്കുകയാണ്. പകുതി വന്നാൽ സൺസെറ്റ് കിട്ടാൻ വേണ്ടി, അല്ല സൺറൈസ് കിട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നമുക്ക് ഏറ്റവും എൻഡ് വരെ ഒന്ന് പോയി നോക്കട്ടോ. ഫുള്ള് കല്ലാണ്, കല്ലിൻ്റെ കാല് പോകുന്ന പേടിയാണ് കേട്ടോ. വേണ്ടോ, ഫുള്ള് കല്ലാണ്. ഭയങ്കര ഫ്ലെക്സ് വെക്കാനാണ് തോന്നുന്നു. ഒരു സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്, ഈ കമ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ വി ആർ ഹെഡിങ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ ഇന്ത്യ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇന്ത്യ ഇല്ല, അങ്ങോട്ട് ഫുള്ള് കടലാണ്. ലാസ്റ്റ് കല്ലാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരികെ കേട്ടോ. ഇനി പോയിട്ട് റൂമിൽ പോയി കിടന്ന് ഉറങ്ങണം. കാരണം 2 ദിവസം ഉറക്കമാക്കിയാണ്. 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഉറങ്ങിയിട്ട് അടുത്ത പ്ലാൻ നോക്കാൻ. അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മധുരൈ ബസ് പിടിക്കണമെന്നാണ് ആലോചിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ വല്ലതും കവർ ചെയ്യാനുണ്ടെങ്കിൽ അതും കവർ ചെയ്യണം കേട്ടോ. ഇവിടെ സ്റ്റാച്ചു ഉണ്ട്, തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ബോട്ടിൽ പോകണം എന്ന് പറഞ്ഞത്.
അതിനുള്ള സമയമുണ്ടോ എന്നറിയില്ല. ഈ സ്റ്റാച്ചു എന്നാണ് അധികവും സൺറൈസ് കാണുന്നത് കേട്ടോ ആൾക്കാർ. പക്ഷെ അവിടെ ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകാനാണേ. തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതേപോലെ അവിടെ വേറൊരു അമ്പലം കൂടി ഉണ്ട്. അതെന്താ അമ്പലം എന്ന് എനിക്കറിയില്ല. അറിയില്ല. തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു മാത്രം പേരറിയാം. പിന്നെ അത് ചുറ്റും പള്ളികളുണ്ട് കേട്ടോ, കുറേ ചെറിയ ചെറിയ പള്ളികൾ. അങ്ങേക്കരയിൽ ചെറിയ ചെറിയ പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്. പക്ഷെ അധികം പള്ളികളാട്ടോ ഇവിടെ. രാവിലെ ഇവിടെ വന്നതുണ്ടോ മീൻ പിടിക്കുന്ന ബോട്ട് ഒരുപാട് വരുന്ന കാണാം കേട്ടോ. രാത്രി കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കണേ കാണാം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് മീൻ പിടിച്ച് അതിനെ ഐസിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞു പോയെന്നറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കണ്ട ബോട്ടൊക്കെ ഇവിടെ വന്നിട്ട് ചിലർ വല നന്നാക്കുന്നുണ്ട്, ചിലർ ബോട്ട് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. മീൻ പിടിച്ച് കഴിഞ്ഞെല്ലാം കൊണ്ടുപോയി തോന്നുന്നു. ഞാൻ വന്നപ്പം എല്ലാം കയറ്റിക്കൊണ്ട് പോകണ്ടായിരുന്നു. ഞാൻ സൺറൈസിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വല നന്നാക്കുന്നില്ല, അവർ വല ഇടാൻ പോകുന്ന കേട്ടോ. ഈ കരയിൽ വല ഇടാൻ പോകുന്നതാന്ന് തോന്നുന്നു. കുറച്ച് ചേട്ടന്മാർ ചൂണ്ട കോർക്കുന്നുണ്ട് കേട്ടോ. കടലിൽ കൊണ്ടുവന്ന ചൂണ്ടയാന്ന് തോന്നുന്നു. അത് കെട്ടുന്നുണ്ട്. അത് കെട്ടിയിട്ട് ഒരു ബൈലർ അല്ലെങ്കിൽ ടാങ്കിൻ്റെ കഷ്ണത്തിൽ കുത്തി വെക്കുക കേട്ടോ. അതേപോലെ ഇവിടെയൊക്കെ ആ ചൂണ്ട സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മീൻ പിടിച്ച വല ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് രാത്രി കടലിൽ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകളാന്ന് തോന്നുന്നു ഇപ്പോൾ നടക്കുന്നത്. സമയം 7:30 ആയിട്ടുള്ളൂ. ഇത് ഇങ്ങ് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ബോട്ടുകളും ഉണ്ട്, അതേപോലെ തോണികളും ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. ഇവിടെ നിന്നാണ് തോന്നുന്നു മീനൊക്കെ കയറ്റി പോകുന്നത്. വെയിൽ നല്ലോണം മൂത്ത് ചൂടാവാൻ തുടങ്ങി. പോയി റൂമിൽ പോകണം, അല്ലെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല, സീനാവും. അപ്പോൾ നമ്മളത് വന്ന് നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ ഇവിടെ മീനൊക്കെ പിടിച്ച് കയറ്റി പോകുന്നു ഇവിടെ നിന്നാണ് തോന്നുന്നു കേട്ടോ. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല തോന്നുന്നു. ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. നല്ല തിരക്കാണ്. നല്ല ചൂരമീനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ചൂരമീൻ. ഇവിടെ ലേലം വിളിക്കുന്ന കേട്ടോ. ലേലം വിളിച്ചിട്ടാണ് വിൽക്കുന്നത് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ എന്ത് ഫ്രഷ് മീനാ. നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അത് എന്താ അവസ്ഥയിലാണ് വരുന്നത് അല്ലേ. വയനാട്ടിലൊക്കെ മീൻ എന്ന് പറഞ്ഞാൽ ശോകമാണ് കേട്ടോ. കാര്യം കോഴിക്കോട് നിന്നൊക്കെ വരുന്നെങ്കിലും എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഫ്രഷ് മീനൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. സീ ഫുഡ് കഴിക്കണം. ഞാൻ ഇന്നലെ വലിയ കാര്യമായിട്ട് സീ ഫുഡൊന്നും കഴിച്ചില്ല. ഇന്ന് പോയി ഉറങ്ങണം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ട് നമുക്ക് സീ ഫുഡൊക്കെ നോക്കാം കേട്ടോ. ഇന്നിവിടെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു. എല്ലാവരും ഈ കുറേ ചുവന്ന സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തിരക്കുമാണ്. പിന്നെ ശബരിമല സീസണുമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വല്ലതും കഴിക്കണം കേട്ടോ. നല്ല വിശപ്പ്. ഇന്നലെ രാത്രി നമ്മൾ ഫംഗ്ഷനിൽ നിന്ന് കഴിച്ചതല്ലേ, അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഒരു ചായക്കട പോലത്തെ സംഭവം ഉണ്ട്, ഹോട്ടലുണ്ട്. ഇവിടുന്ന് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഇന്ത്യൻ ഹോട്ടലോ? വിശ്വ ഹോട്ടലാണ്. വിശ്വ ഹോട്ടൽ പ്യൂർ വെജാന്ന് തോന്നുന്നു. സ്വാമിമാരൊക്കെ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. തിരക്ക് സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ കണ്ടിട്ട് പ്യൂർ വെജ് കടയാന്ന് തോന്നുന്നു കേട്ടോ. സ്വാമിമാരൊക്കെ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. സ്വാമിമാർ കഴിക്കണമെങ്കിൽ അത് പ്യൂർ വെജ് കടയായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനും കുറേ കാലമായി തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ പൊങ്കൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പൊങ്കലല്ലേ നമ്മുടെ ബാക്കിയെല്ലാം ദോശ, പൂരി, അപ്പമൊക്കെ അവിടെ കിട്ടുന്നതല്ലേ. പൊങ്കലാണ് നമ്മളവിടെ കിട്ടാറ്. പൊങ്കൽ കഴിക്കാം. അപ്പോൾ നമ്മുടെ പൊങ്കൽ വട വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ സാമ്പാറാണ് കറി തരുന്നത്. സാമ്പാർ ചട്നിയും ഉണ്ട് കേട്ടോ. ചായയും പറയുന്നുണ്ട്. ചായ ഇല്ലാണ്ട് ഒരു ദിവസം തുടങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. അഡിക്റ്റായി പോയി ചായക്ക്. എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഹോട്ടലുകളിലൊക്കെ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. കാരണം സീസണാണ്, ശബരിമല സീസണാണ്. അതുകൊണ്ട് ഒരു പ്രകാരത്തിൽ കഴിച്ച് ഇറങ്ങിയെന്ന് മാത്രം. ഇനിയിപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങണം. അത് കഴിഞ്ഞ് അടുത്ത പ്ലാൻ. ഉറക്കം ഫസ്റ്റ്. ഓക്കെ.
ഇത് ഇപ്പോൾ ഒരു പുള്ളിനെ കണ്ടു കേട്ടോ. പുള്ളിയും സോളോ ട്രാവലർ, വയസ്സായ ആളാണ്. പുള്ളിക്കും രാവിലെ 2 മണിക്ക് വന്നിട്ട് റൂം കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റൂം മേടിച്ചത്, എങ്ങനെ ബുക്ക് ചെയ്തതെന്ന് പുള്ളി ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തങ്ങി അതേ ലോഡ്ജിൽ തന്നെ പുള്ളിയും തങ്ങി. എനിക്ക് 700 രൂപ കിട്ടി, പുള്ളി 1200 രൂപയ്ക്ക് കൊടുത്തത് പറഞ്ഞിട്ടോ. സീസൺ ടൈമിൽ ഉമ്മാർ മുതലാക്കുന്നത് അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകട്ടോ. ഒരു 11 മണിക്ക് ഇവിടുന്ന് ഒരു മധുരൈ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പിടിക്കാൻ പറ്റുമോ നോക്കണം. റൂം വെക്കേറ്റ് ചെയ്തിട്ട് കീ ഒന്ന് കൊടുത്തിട്ട് ആ ബസ് പിടിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഇവിടെ കന്യാകുമാരിയിൽ എവിടെ ചോദിച്ചാലും സിംഗിൾസിന് റൂം കിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് ബാച്ചിലേഴ്സിന്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയോ ശ്രീലങ്കൻ റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടെന്താ പറഞ്ഞത്, സിംഗിൾസിന് റൂം കൊടുക്കരുത്. അതുപോലെ ബാച്ചിലേഴ്സ് വന്ന് കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതാണ്ട, അങ്ങനത്തെ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടെന്ന് തോന്നുന്നു. എന്താ ഇഷ്യൂ എന്നൊന്നും എനിക്കറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും സിംഗിൾസിൽ റൂം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. നല്ല പാർട്ട്ണറേയും കൂട്ടിയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. റൂം വെക്കേറ്റ് ചെയ്തു. ആ 11 മണിൻ്റെ മധുര ബസ് പിടിക്കണമെന്ന് വിചാരിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ നാഗർകോവിൽ പോയിട്ട് അവിടുന്ന് മധുരയ്ക്ക് പോകണം കേട്ടോ. ഒരു 3 മണിയാവുമ്പോഴത്തേക്കും മധുര എത്താമെന്ന് വിചാരിക്കുന്നു. മധുര ഇന്ന് എക്സ്പ്ലോർ ചെയ്ത് നടക്കുമെന്ന് അറിയില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും കിട്ടുമെങ്കിൽ അവരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ റൂം എടുക്കണം കേട്ടോ. മധുര പോയി കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പോയി. അത് നടക്കോളും തോന്നുന്നു, നോക്കാം.